എല്ലാവർക്കും ശ്രീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ വിഭവം എന്താണെന്നുള്ള കാര്യമല്ലേ? ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറാണ്. ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നെല്ലിക്ക, നല്ല കുറച്ച് നാടൻ നെല്ലിക്ക കിട്ടിയായിരുന്നു ചെറുത്. അപ്പം ഈ ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ട് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നെല്ലിക്ക നമുക്ക് ഒരു കാരണവശാലും നേരിട്ട് അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ആവി വെച്ച് പുഴുങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ എണ്ണ വാട്ടിയെടുക്കണം. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ട് വെക്കുന്ന നെല്ലിക്കയുടെ അച്ചാറാണ്. ഞാനിതിപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടൊരു 6-7 ദിവസത്തോളമായിട്ടുണ്ട്. കുറച്ച് ചൂട് വെള്ളത്തിനകത്തോട്ട് ഉപ്പ് കലക്കി അതിനകത്ത് ചൂട് പോയതിന് ശേഷം നെല്ലിക്ക ഇട്ട് വെച്ചതാണ്. തുറന്നു നോക്കി കണക്കത്തിനെ കാണാൻ അടിപൊളിയല്ലേ? വായ വെള്ളം വരുന്നുണ്ട് ദൈവമേ. ഇങ്ങനെ അച്ചാറാക്കാന്നുള്ള കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് നമുക്ക് വെള്ളം നമുക്കിപ്പോൾ ആവശ്യമില്ല. ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളത്തിനകത്ത് വെച്ചത്. ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ നെല്ലിക്ക എല്ലാം പുറത്തേക്ക് എടുക്കാം. ഫുള്ള് നെല്ലിക്ക ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം നന്നായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നെല്ലിക്കയൊക്കെ താഴെ പോകും. കുപ്പിക്കകത്തിരിക്കുന്ന കണ്ടപ്പോൾ കരുതിയില്ല ഇത്ര ഉണ്ടാവുമെന്ന്. എന്താണേലും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. പക്ഷേ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ടായിരിക്കണം, ഓർത്തോളുക. ഇപ്പം നെല്ലിക്ക സീസണാണ്. ഇപ്പം ഇങ്ങനെയുള്ള നെല്ലിക്ക, ചെറിയ നമ്മുടെ നാടൻ നെല്ലിക്ക, കാട്ടു നെല്ലിക്ക, പാണ്ടി നെല്ലിക്ക എന്ന് പറഞ്ഞു വരുന്ന വലിയ നെല്ലിക്ക ഒക്കെ കിട്ടും. നെല്ലിക്ക നമുക്ക് വാങ്ങിച്ച് പലതരത്തിൽ വെക്കാം. അച്ചാറിടാൻ പറ്റും. പിന്നെ നെല്ലിക്ക കൊണ്ട് തേൻ നെല്ലിക്ക ഉണ്ടാക്കി വെക്കാൻ പറ്റും. പിന്നെ പണ്ടുള്ളവർ അതുകൊണ്ട് ഈ ശർക്കരക്കകത്തിട്ട് എന്തോ ഒരു ഇതൊക്കെ ചെയ്ത് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേരറിയത്തില്ല. അതൊക്കെ നല്ലതാണ്. ഇപ്പം ഞാൻ അച്ചാറാണ് കൂടുതൽ വെക്കുന്നത്. നെല്ലിക്ക കൊണ്ട് നെല്ലിക്ക വറുത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ പറ്റും. നെല്ലിക്ക വറുത്ത നെല്ലിക്ക എന്നും പറഞ്ഞു വരും അതിങ്ങനെ. ഇതിപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഞാനിതൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇതിന് വലിയ കളർ വ്യത്യാസമൊന്നും കാണാനില്ല, ഇത്ര ഉള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ഇനി ഒരു സെക്ഷൻ കൂടെ നമ്മൾ ഈ പൊടി ഒന്നുകൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിന് തൽക്കാലത്തേക്ക് ഇപ്പം ഞാനിവിടെ ഈ പച്ചയായിട്ട് ഈ പൊടി ഒന്ന് ചേർത്തന്നേ ഉള്ളൂ. മുളക് പൊടി, കായപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉലുവാപ്പൊടി. ഉപ്പ് ഞാനിവിടെ ഞാൻ എക്സ്ട്രാ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ നമ്മളിത് ഉപ്പിലിട്ട് വെച്ചതായതുകൊണ്ട് തന്നെ നെല്ലിക്കയ്ക്ക് അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. ലാസ്റ്റ് നമ്മൾ അച്ചാറെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനി ഇതിപ്പോൾ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത സെക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഒരു പാനിപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരിട്ടുള്ള മെത്തേഡ്. ഇനിയിപ്പം നമുക്ക് കടുക് വറുത്തെടുത്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല ഇതിനകത്ത് ചെയ്യാനുള്ളത്. കടുക് വറുത്തെടുക്കുക. അത് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുറച്ചും കൂടെ ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്നും കൂടെ വറുത്തെടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക അച്ചാർ കുറച്ച് നാളും കൂടി ചീത്തയാകാതിരിക്കും. സാധാരണ പെട്ടെന്ന് നെല്ലിക്ക ഇട്ട് കഴിഞ്ഞാൽ പൂത്തുപോയി നെല്ലിക്ക ചീത്തയാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നെല്ലിക്ക ചീത്തയാകാൻ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നാൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അല്പം വിനാഗിരി കൂടെ ആഡ് ചെയ്യേണ്ടി വരും. വിനാഗിരി ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പാൻ ഇപ്പം ഹീറ്റായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചെടുക്കുക, നല്ലെണ്ണ. കടുക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ. അച്ചാറില്ല, കുറച്ച് കൂടുതൽ എണ്ണ ഇരുന്നാലും നല്ല എണ്ണ വഴറ്റിയിരിക്കുമ്പോൾ കുറച്ച് കാണാനും അത്ര നല്ല നല്ലെണ്ണയല്ലേ. നല്ലെണ്ണ നല്ലൊരു പ്രിസർവേറ്റീവാണ്, നാച്ചുറൽ പ്രിസർവേറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പൂപ്പലൊന്നും വരില്ല. സാധാരണയൊക്കെ നമ്മുടെ അച്ചാറുകൾക്ക് നല്ലെണ്ണ ഇട്ടാണ് ഒക്കെ വെക്കാറ്. പണ്ട് കാലങ്ങൾ തൊട്ടേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു, നല്ലെണ്ണ ആയിരുന്നു. ഇപ്പോൾ ഒരു അച്ചാർ പൊടി ഞാൻ അച്ചാറിന് ഇങ്ങനെ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അച്ചാറൊന്നും. ഞാൻ പാനിനായിട്ട് ഹീറ്റായിട്ടുണ്ട്. ടെമ്പറേച്ചർ ഒന്ന് ഞാനിപ്പോൾ കുറച്ചു. താളിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ചേർക്കാം. 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുന്ന ടൈമിന് പൊട്ടിയതിന് ശേഷം ആഡ് ചെയ്യില്ല ഉലുവ. 1 ടീസ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഉലുവ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കടുകും കരിയും ഉലുവ പൊട്ടുന്ന നേരം കൊണ്ട്. ഒന്ന് മൂത്ത് വന്നാൽ മതിയല്ലോ. 1 ടീസ്പൂണൊക്കെ മതി ഉലുവ. കാരണം ഉലുവപ്പൊടി നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉലുവ നമുക്ക് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം
എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അയക്കണം. അച്ചാറിലിപ്പോൾ ഏകദേശം നന്നായിട്ട് ഉലുവയും കടുകും ഒക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക് കണ്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്ന കറിവേപ്പിലയാണ്. 2 കറിവേപ്പില ആഡ് ചെയ്യുക. കറിവേപ്പില പച്ചയായിട്ട് നിൽക്കാൻ പാടില്ല, നന്നായിട്ട് മൂത്ത് വരണം. ഇതിലോട്ടേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായം കൂടെ. ഇനി ഉലുവാപ്പൊടി ആഡ് ചെയ്യില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ടേക്ക് വെളുത്തുള്ളി ഈ നേരത്തെ ആഡ് ചെയ്യുക. വെളുത്തുള്ളി ഒരു 4-5 അല്ലിയോളം ചതച്ച് ഇതിനകത്ത് ഇട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അച്ചാർ ഒഴിച്ച് അച്ചാറിന് വേറെ ടേസ്റ്റ് ഉണ്ടാവും. അത് ഓപ്ഷനിലാണ്. ഇപ്പം ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നില്ല, നേരിട്ട് ഇതിപ്പോൾ ആഡ് ചെയ്യാൻ പോകണം. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഫ്ലെയിം കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നന്നായിട്ട് മിനിമൈസ് ചെയ്യുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണിത്. ഇപ്പം നെല്ലിക്ക നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, പച്ച നെല്ലിക്ക കിട്ടി പെട്ടെന്ന് അച്ചാർ ആക്കണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഇപ്പം ഞാൻ ചെയ്ത മെത്തേഡിനകത്ത് നെല്ലിക്ക നേരിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ഈ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിൽ വേറെ ഉപ്പ് ഇനിയിപ്പോൾ ഞാൻ വേറെ ഇട്ട് കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. ഞാനൊരു നെല്ലിക്ക കഴിച്ചു നോക്കിയായിരുന്നു, നല്ല ഉപ്പുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. അപ്പം ഇതിലോട്ടേക്ക് ഞാൻ ആഡ് ചെയ്ത പൊടിയെല്ലാം എല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് കിടന്നൊന്ന് എണ്ണ ഒന്ന് മൂത്ത് വരിക എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരിക. ആ പരുവം മതി. എന്നിട്ട് ഉടനെ തന്നെ ഹീറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസോ എന്താ വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ശേഷം ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായി വിനാഗിരി, 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിനാഗിരി ആഡ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട. നെല്ലിക്ക് കുറച്ച് പുളി കുറവാ വേണ്ടതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഈ ചൂടിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുഴഞ്ഞു വരും. നിങ്ങൾക്ക് ഇപ്പോൾ അച്ചാർ കുറച്ചും കൂടെ ചാറായിട്ടിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചായിരുന്നല്ലോ ആ ഉപ്പിലിട്ട വെള്ളമില്ലേ, ആ വെള്ളം ഈ നേരത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ചീത്തയാകത്തില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപ്പിലിട്ടതിനകത്ത് പൂപ്പിലുണ്ടാകാൻ പാടില്ല. എനിക്കപ്പം ഇങ്ങനെ കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. സ്വാദിഷ്ടമായ നമ്മുടെ വളരെ എളുപ്പമുള്ള സാധാരണ വീടുകളിൽ ചെയ്യുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടുള്ള നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.